ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായന ഭാഗം ന്യായാധിപന്മാർ 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം. കെനസിൻ്റെ മകൻ ഒത്നിയേൽ അത് പിടിച്ചു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രക്ഷകൻ അഥവാ ന്യായാധിപതിയായിരുന്നു ഒത്നിയേൽ. കാലേബിൻ്റെ സഹോദരനായ കെനസിൻ്റെ മകനായിരുന്നു ഒത്നിയേൽ. ഇദ്ദേഹം യഹൂദ ഗോത്രക്കാരനും ആയിരുന്നു. ദബീർ എന്ന പട്ടണം ആക്രമിച്ച് ദബീർ നിവാസികളെ തോൽപ്പിക്കുന്നത് ഒത്നിയേൽ ആയിരുന്നു. ദബീർ എന്ന പട്ടണത്തിൻ്റെ പഴയ പേര് കിര്യത്ത് സേഫർ എന്നായിരുന്നു. പുസ്തകത്തിൻ്റെ നഗരം എന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം. സേഫർ എന്ന വാക്കിന് എഴുത്തുകാർ എന്നും അർത്ഥമുണ്ട്. എഴുത്തുകാരൻ്റെ പട്ടണമെന്നും ഇതിനെ നമുക്ക് അർത്ഥമാക്കാം. ദബീരിന് കിര്യത്ത് സന്ന എന്നും മറ്റൊരു പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്നിയേൽ ദബീർ നിവാസികളെ തോൽപ്പിക്കുകയും ആ പട്ടണം യഹൂദ ഗോത്രത്തിന് അവകാശമായി ലഭിക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനതയുടെ ആദ്യത്തെ ന്യായാധിപനും ഒത്നിയേലായിരുന്നു. ഇസ്രായേലിൻ്റെ രക്ഷകനും ന്യായാധിപനും ആയിരുന്നു. 40 സംവത്സരം ഒത്നിയേൽ ഇസ്രായേൽ ജനത്തിന് ശുശ്രൂഷ ചെയ്തിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്ന് ഒത്നിയേലിനെ കുറിച്ച് ചില ചിന്തകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, വെല്ലുവിളികളെ ധൈര്യത്തോടെ നേരിടുന്നവൻ. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒത്നിയേലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ കാലേബ് യഹൂദ മക്കളുടെ ഓഹരി വിസ്തൃതമാക്കുവാൻ ആരംഭിച്ചു. തൽഫലമായി 3 അനാക്യ പട്ടണങ്ങൾ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം ദബീർ നിവാസികളുടെ അടുക്കലേക്ക് എത്തുന്നു. ആ സമയത്ത് കാലേബ് പറഞ്ഞ ഒരു വാക്കുണ്ട്. കിര്യത്ത് സേഫർ അഥവാ ദബീർ എന്ന പട്ടണം ആര് തോൽപ്പിക്കുന്നുവോ അവർക്ക് ഞാൻ എൻ്റെ മകളെ നൽകും എന്ന്. എന്നാൽ ആ വെല്ലുവിളിയെ ധൈര്യത്തോടെ നേരിടുവാൻ കഴിഞ്ഞത് ഒത്നിയേലിന് ആയിരുന്നു. അങ്ങനെ ഒത്നിയേലിലൂടെ യഹൂദ ഗോത്രത്തിന് അവരുടെ അതിർ വിസ്തൃതമാക്കുവാൻ സാധിച്ചു. രണ്ടാമതായിട്ട്, അവകാശങ്ങൾ നേടിയെടുക്കുവാൻ ധൈര്യം കാണിക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുവാൻ ഒത്നിയേൽ ശ്രമിക്കുന്നതായി കാണുന്നു. ഭാര്യയ്ക്ക് പിന്തുണ നൽകി അവളോടൊപ്പം നിൽക്കുന്നുണ്ട്. അവളുടെ ആഗ്രഹം വന്ന് പിതാവിനോട് പറയുകയും അങ്ങനെ പിതാവ് അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നു. മലയിലും താഴ്വരയിലും നീരുറവുകൾ നൽകി അവരെ അനുഗ്രഹിക്കുന്നു. കുടുംബമായി ഇരുവരും ഒന്നിച്ചു നിന്ന് നിലപാടുകൾ എടുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ ന്യായാധിപനും രക്ഷകനും എന്ന നിലയിലും ഒത്നിയേലിന് ശോഭിക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ നാം സന്നദ്ധരാണോ? എൻ്റെ അവകാശങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പതറിപ്പോകാത്ത ആത്മധൈര്യവും അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള ധീരതയും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.